ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഇഫ്താറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൽമാസിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മുടെ കണ്ണൂരാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണ്. നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിൽ ഓയിൽ ഒഴിച്ചു ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഓണിയനും ആവശ്യത്തിന് സോൾട്ടും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച കക്കർച്ചി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എന്നാലേ ഇതിൻ്റെ മസാല ഒക്കെ നന്നായിട്ട് കമ്പാനായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 കപ്പ് അരിപ്പൊടി, ഇതിലേക്ക് കുറച്ച് തേങ്ങ, ചെറിയുള്ളി, പെരുംജീരകം, വലിയ ജീരകം ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് അരയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഈ ചൂടുവെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓരോ ബോൾസ് എടുത്ത് ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം നടുക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ഓരോന്നും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾക്ക് ഇതെല്ലാം ഒരു 10 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടി ഇട്ട് ഒരു മിക്സ് റെഡിയാക്കിയെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിനുശേഷം ഓരോ കൽമാസും എടുത്ത് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുവിധം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനലി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ ആവശ്യത്തിന് വേപ്പിലയും കറിവേപ്പിലയും ആഡ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ജസ്റ്റ് ഷാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതി. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് തിരിച്ച് മറിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫില്ലിങ് യൂസ് ചെയ്തേക്കുന്നത് കക്കറച്ചി വെച്ചിട്ടാണ്. ഇതിൽ നമ്മുടെ ചിക്കനും ബീഫും എഗ്ഗും എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു.